നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടർക്കിഷ് ഗ്രാൻഡ് മാസ്റ്റർ സ്വാറ്റ് അദാലക്കും ഹംഗേറിയൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുലാ സാക്സും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1997-ലാണ്. വൈറ്റ് D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. നിംസോ ഇന്ത്യൻ ഡിഫൻസ് ആണ്. വൈറ്റ് ഇവിടെ ക്വീനെ C2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം A3 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ ബ്ലാക്കും ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം നൈറ്റിനെ E4 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ C2 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് E3 മൂവുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവുകൊണ്ട് പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ രണ്ട് പോണുകൾക്കെതിരെ അറ്റാക്ക് ആയിട്ടുണ്ട്. വൈറ്റ് ഇവിടെ തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം പോൺ വെച്ച് പോണിട്ടുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചുവിട്ടുന്നു. വൈറ്റ് ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ A5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ D4 നൈറ്റിന് സപ്പോർട്ടില്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. പകരം B4 മൂവ് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ഒരേ സമയം ബ്ലാക്കിൻ്റെ രണ്ട് കരുക്കളും അറ്റാക്കലായെങ്കിലും ബ്ലാക്ക് ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് കളിക്കുന്നത്. നൈറ്റ് വെച്ച് B4 പോണെടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റ് നോട്ട് ആണെങ്കിൽ ബ്ലാക്കിന് ക്വീന് വെച്ച് റൂക്കിനോട്ട് എടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ആ നൈറ്റ് നോട്ട് എടുക്കുന്നില്ല. പകരം ക്വീന് വെച്ച് E4 നൈറ്റ് നോട്ട് എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C2 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ക്വീന് വെച്ച് ഡിസ്കവേർഡ് ചെക്കും ഉണ്ട്. കിങ് ഇപ്പോൾ F1 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ E2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നില്ല. ആദ്യം ക്വീനെ E1 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F3 മൂവ് ചെയ്ത ശേഷം നൈറ്റ് വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഇവിടെ നടന്ന റൂക്ക് നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ആ ബിഷപ്പിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഒരു സ്കോറേ ഉള്ളൂ. ബിഷപ്പിനെ B2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ സ്കോറുകളൊന്നുമില്ലെങ്കിലും ക്വീൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ബ്ലാക്ക് കിങ്സിലേക്ക് കാസം ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. വൈറ്റ് കിങ്ങിനെ G3 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിനെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ മൂവിന് മുന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടാണെങ്കിൽ പോൺ വെച്ച് ബിഷപ്പിനൊട്ടെടുക്കാം. ഇതോടെ ബ്ലാക്കിൻ്റെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സ്പേസ് ആവും. അതിനോടൊപ്പം ഈ പോണോട് നിന്ന് മാറുന്നതോടെ റൂക്കിന് ഓപ്പൺ ഫയൽ കിട്ടുകയും ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നില്ല. പകരം ഗെയിമിലെ തന്നെ ഏറ്റവും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലോണം സമയമെടുത്ത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ മിഖായൽ താലിൻ്റെ ഗെയിമിൽ മുമ്പ് ഇതുപോലൊരു മൂവ് കണ്ടിട്ടുണ്ട്. ആ ഗെയിം കണ്ടിട്ടുള്ളവർക്ക് ഈ മൂവും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്കിന് ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാം. അറ്റാക്കിൽ നിന്ന് മാറ്റുന്നെങ്കിൽ സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. A5 സ്കോറിലേക്ക് മാത്രമേ സേഫായിട്ട് മാറാൻ കഴിയുള്ളൂ. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയാലോ അല്ലെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലോ ഇനി വൈറ്റിൻ്റെ മൂവുകൾ സെയിം ആണ്. ബ്ലാക്ക് എന്തായാലും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്വീന് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് എന്തിനാകും ഇവിടെ ഒരു റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിൻ്റെ അടുത്ത മൂവോടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ G5 കൊണ്ടുവരുന്നു. ഇനി ക്വീനും നൈറ്റ് വെച്ച് ഇങ്ങനൊരു ചെക്ക് ആണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. G6 ചെയ്തുകൊണ്ട്
ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ആ അറ്റാക്കിംഗ് സാധ്യത ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ക്വീനെ H4ലേക്ക് കൊണ്ടുവരികയാണെങ്കിലും ബ്ലാക്കിന് H5 ചെയ്തുകൊണ്ട് ആ അറ്റാക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ വൈറ്റിയുടെ മറ്റൊരു മാർഗം കണ്ടെത്തിയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം വൈറ്റ് ഇവിടെ എങ്ങനെയാകും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിന് ഇപ്പോൾ തന്നെ 2 റൂക്കുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് F7ലെ പോൺ എടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കുമാണ്. അതുപോലെ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് നൈറ്റിനെ ഇടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ എന്തായാലും ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ആ മൂവ് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും വൈറ്റിൻ്റെ 2 ബിഷപ്പുകൾക്കെതിരെ ബ്ലാക്കിന് 2 റൂക്കുകളും ഒരു നൈറ്റും ഉണ്ട്. ഇവിടെ ശക്തമായൊരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാനും ക്വീനെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റിനും സാധ്യതയുണ്ട്. ഈ ബിഷപ്പ് ഇവിടെ ഉള്ളത് കാരണം അടുത്ത റൂക്ക് വെച്ച് ആ റൂക്കിന് സപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്കിന് ആ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് E6 മുതലുണ്ട് ബിഷപ്പ് വെച്ച് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന് പോകണമെങ്കിൽ പോൺ വെച്ച് ഒരു ചെക്കോട് കൂടി ആ റൂക്കിനോട്ട് എടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ റൂക്കിനോട്ട് എടുക്കുന്നില്ല. പകരം ക്വീനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ H8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ F8ലേക്ക് കൊണ്ടുവന്ന് കിങ്ങിന് മുച്ചുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് പോൺ വെച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ G7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഡബിൾ ചെക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആ അപകടമായിട്ടുള്ള പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. കിങ് വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് ക്വീൻ D7ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ G8ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ F8ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. G8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ G7ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ F8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പിനെ കൂടെ G6ലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത 2 മൂവിൽ ചെക്ക്മെന്റിന് സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ഈ E7 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ G7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ബ്ലാക്കിനിപ്പോൾ ഇവിടെ വേറെ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. എന്ത് തന്നെ ചെയ്താലും അടുത്ത മൂവിൽ ക്വീൻ E7ലേക്ക് ഒന്ന് ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ്ങിന് G8ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ G7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. 2 ഭാഗത്തും വളരെ മികച്ച അറ്റാക്കിംഗ് മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.